ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ GST ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 4ാമത്തെ പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുൻപത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ബില്ലാണ്. ഈ ബില്ല് നിങ്ങളുടെ കയ്യിലും ഉണ്ടാകും അല്ലെ? ഒത്തിരി ബില്ലുകൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകും. നമ്മൾ ഏതൊരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് ലഭിക്കാറുണ്ട്. ബില്ലിനെ ടാക്സിൽ ഇൻവോയ്സ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ടേമും കൂടി ഓർത്ത് വെച്ചോളൂ, ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻവോയ്സസ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എന്താണ് അതിന് താഴെ ആ എമൗണ്ടിന് തൊട്ട് മുകളിൽ CGST SGST എന്നൊക്കെ എഴുതിയിട്ട് ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും. ആ 2% സെയിം ആയിരിക്കും, ആ 2 എമൗണ്ടും സെയിം ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഇൻവോയ്സസിലുള്ള ഈ CGST SGST എന്താണ് എന്നും അതുപോലെ തന്നെ അതർ കമ്പോണൻസ് ഓഫ് GST ഏതൊക്കെയാണ് എന്നുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസിൽ പെട്ടതാണ് CGST ആൻഡ് SGST. ഇനി അതെങ്ങനെയാണ്, അതെപ്പോഴൊക്കെയാണ് പേ ചെയ്യേണ്ടി വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണ്. ഇവിടെ ഡീലർ ഇൻ കേരള, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച ആ ഒരു ഇൻവോയ്സ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ പർച്ചേസ് ചെയ്തതാണ്. ആ ഗ്യാസ് സിലിണ്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഡീലർ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെയാണ്. അതിൻ്റെ ഡീലർ ഞാനാണ്, ഇവിടുത്തെ കൺസ്യൂമർ ഞാനും കേരളത്തിൽ തന്നെയുള്ള ആളാണ്. അപ്പോൾ ഡീലർ ഇൻ കേരള ആൻഡ് കൺസ്യൂമർ ഇൻ കേരള, അതിനെയാണ് നമ്മൾ GSTയിലെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്? അപ്പോൾ ഡീലർ ഇൻ കേരള ആൻഡ് കൺസ്യൂമർ ഇൻ കേരള വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് GSTയിൽ പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ബില്ലിൽ കാണിച്ചതുപോലെ CGST പ്ലസ് SGST എന്നുള്ള ടേം ഉണ്ടാകുക. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ ബില്ലിൽ ഒരേ പെർസെൻറ്റേജ് ആണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ GST നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് ഒരു 12% ആണ് എന്ന് വിചാരിക്കാം. ടോട്ടൽ GST പേ ചെയ്യേണ്ടി വരുന്ന എത്ര പെർസെൻറ്റേജാണ്? 12% ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CGST ആയിട്ട് അതിൻ്റെ ഹാഫ് 6% ആൻഡ് SGST ആയിട്ട് 6% പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ബില്ലിൽ കണ്ടത്. സെയിം പെർസെൻറ്റേജ് ആണ്, അതുപോലെ തന്നെ ആ ടാക്സ് എമൗണ്ടും സെയിം ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് പറ്റിയ ഒരു ഇൻവോയ്സ് ആണ് ഞാൻ ആദ്യം കാണിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. സെക്കൻഡ് സിറ്റുവേഷനിൽ ഡീലർ ഇൻ കേരളത്തിലുള്ള ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് ഒരു കൺസ്യൂമർ, തമിഴ്നാടുള്ള കൺസ്യൂമറാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഡീലർ കേരളത്തിലും കൺസ്യൂമർ എവിടെയാണ്? തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പോൾ ബോത്ത് ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, രണ്ടുപേരും ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ അത്തരം സപ്ലൈനെ അല്ലെങ്കിൽ അത്തരം സെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. എന്താണ് GSTയിൽ എന്താ പറയുക? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ GSTയുടെ മറ്റൊരു കമ്പോണൻ്റായ IGST പേ ചെയ്യേണ്ടി വരുന്നത്. IGST ആണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സിറ്റുവേഷനിലുള്ളത് ഡീലർ ഇൻ കേരള ആൻഡ് കൺസ്യൂമർ ഇൻ കേരള ബോത്ത് ആർ വിത്തിൻ ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻ സെക്കൻഡ് സിറ്റുവേഷൻ ഡീലർ ഇൻ കേരള ആൻഡ് കൺസ്യൂമർ ഇൻ തമിഴ്നാട് ബോത്ത് ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. വി ഹാവ് ടു പേ IGST. നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത് IGST ആണ്. ഫസ്റ്റ് സിറ്റുവേഷനിൽ പേ ചെയ്യേണ്ടി വരുന്നത് CGST പ്ലസ് SGST ആണ്. ഓക്കെ, IGST വരുമ്പോൾ നമ്മളിതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ബില്ലിൽ കാണിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ തേർഡ് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഡീലറിനെ യൂണിയൻ ടെറിട്ടറി ഫോർ എക്സാമ്പിൾ ലക്ഷദ്വീപോ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഡീലർ ആ സെയിം യൂണിയൻ ടെറിട്ടറിയിലാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ളൊരു ഡീലറിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷദ്വീപിൽ നിന്ന് തന്നെയുള്ള ഒരു കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ സെയിം യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെന്താ പറയുക? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്നുള്ള ഡീലറും ലക്ഷദ്വീപിൽ തന്നെയുള്ള
കൺസ്യൂമറോ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് എന്താ വരിക, CGST പ്ലസ് അതൊരു യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് SGSTക്ക് പകരം അവിടെ UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് സെയിം തന്നെയാണ്, പക്ഷേ എന്താണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന് പകരം UTGST ആണ് അവിടെ വരുന്നത് എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ഈ 3 സിറ്റുവേഷനിലായി പറഞ്ഞവയൊക്കെ തന്നെയാണ് കമ്പോണൻസ് ഓഫ് GST എന്ന് പറയുന്നത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് CGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് SGST, UTGST, യൂണിയൻ ടെറിട്ടറി GST, IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ, എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ 12% ടാക്സ് പേ ചെയ്യേണ്ടി വന്നാൽ 6% സെൻട്രൽ ഗവൺമെൻറ്റിനും 6% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കമ്പോണൻറ്റ് നമുക്ക് നോക്കാം, UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതും നമ്മൾ പറഞ്ഞു, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് സെയിം യൂണിയൻ ടെറിട്ടറിയിലേക്ക് ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് CGST പ്ലസ് UTGST എന്ന് പറഞ്ഞു. അപ്പോൾ യൂണിയൻ ടെറിട്ടറി നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് UTGST എന്ന് പറയുന്നത്. ഇനി അതൊരു ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ, ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലർ ഒരു സ്റ്റേറ്റിലും ഇനി മറ്റൊരു സ്റ്റേറ്റിലാണ് അതിൻ്റെ കൺസ്യൂമർ എങ്കിൽ അതിനെയാണ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേ ചെയ്യേണ്ടി വരുന്നതാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇനി IGST തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്മേലും നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്മേൽ വരുന്ന ടാക്സ് ആണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST. അതിനെ നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് IGST മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്മേൽ വരുന്നത്, അതുകൂടാതെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി അഥവാ BCD കൂടി അതിന്മേൽ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് BCD പ്ലസ് IGST ആണ്. അപ്പോൾ ഇതെല്ലാമാണ് കമ്പോണൻസ് ഓഫ് GST എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ തന്നെ എന്താണ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇൻട്രാസ്റ്റേറ്റ്, ഇൻ്റർസ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനോട് കൂടിയുള്ള വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ക്ലാസ്സുകൾ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കാണ് എനിക്കിനിയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. ഓക്കെ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കൊന്നിച്ച് മുന്നേറാം സ്വപ്ന ജോലിക്കായി. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.